1950 തുടങ്ങിയ ഒരു വലിയ ഒരു പാരമ്പര്യമാണ് എല്ലാ കൊല്ലവും ജൂലൈ ഫസ്റ്റ് വീക്ക് 7 ദിവസം വനമഹോത്സവമായിട്ട് ആചരിക്കുക എന്നുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാ വനംവകുപ്പുകളും അതോടൊപ്പം സ്കൂളുകളും ഇതേപോലുള്ള BSSകൾ തുടങ്ങിയവരുമായിട്ട് ചേർന്ന് നമ്മൾ 1950 മുതൽ ഈ കാര്യം ചെയ്തു വരുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഈ നമ്മളുടെ വനസംരക്ഷണം, അതോടൊപ്പം തന്നെ വൃക്ഷങ്ങൾ നട്ടു വളർത്തുക, പരിപാലിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി 1950 നമ്മളുടെ ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എല്ലാ കൊല്ലവും കൂടുതൽ നല്ല രീതിയിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തി വരും. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാനിപ്പോൾ ആലോചിക്കും, ഞാനെൻ്റെ കേരള വനം വകുപ്പ് ഹൈറേഞ്ച് സർക്കിളിൻ്റെ നേതൃത്വത്തിൽ മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് വന മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വരും തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൽ കേരള വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഇത്തരത്തിലുള്ള ഒരു വന മഹോത്സവം സംഘടിപ്പിച്ചത്. ഹൈറേഞ്ച് സർക്കിൾ കൺസർവേറ്റർ ബഹുമാനായ അരുൺ RS IFS ആണ് മുഖ്യ സന്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബഹുമാനായ കോട്ടയം DFO ശ്രീ രാജേഷ് IFS അവറുകൾ വളരെ വിശദമായി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കൂടാതെ ACCF IFS അരുൾദാസ് ഉൾപ്പെടെയുള്ള വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. നമുക്കറിയാം, വരൾച്ച ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മാറി മാറി വരുന്ന ഈ ഒരു ഹൈറേഞ്ചിലെ സാഹചര്യത്തിൽ വനത്തെയും അതോടൊപ്പം തന്നെ പരിസ്ഥിതിയും സംബന്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസം മുതൽ തൊട്ട് നമ്മൾക്ക് വെളിയിൽ ഇറങ്ങാൻ മേലാത്ത രീതിയിലുള്ള അതികഠിനമായ വരൾച്ചയായിരുന്നു നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ. ഇത്തരത്തിലുള്ള വരൾച്ച ഇനിയും നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മളുടെ കൃഷിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജൈവസമ്പത്തും കുടിവെള്ളവും ഉൾപ്പെടെ നിന്നു പോകുന്ന ഒരു സാഹചര്യം മേഖലയിലുണ്ടാകും. അപ്പോൾ വരുന്ന തലമുറയിലെ ഭാവി വാഗ്ദാനങ്ങളായ ഈ സ്കൂളിലെ കുട്ടികൾ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എല്ലാവർക്കും തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ വനമഹോത്സവം സഹായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഇൻചാർജുള്ള ശ്രീ CB സാറ്, അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റ് ശ്രീ പ്രിൻസ് മറ്റപ്പള്ളി, അദ്ദേഹമായിരുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷന്. അതോടൊപ്പം തന്നെ ഈ ഹൈസ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ഷിനു സാറ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൂടാതെ തന്നെ അരുൺ RS IFSും അതോടൊപ്പം തന്നെ കോട്ടയം DFO ശ്രീ രാജേഷ് സാറും ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ഈ ദിനാചരണത്തിൻ്റെ സന്ദേശം എല്ലാ കുട്ടികളിലും പങ്കുവച്ചു.